നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി പക്ഷിപ്പനി സ്ഥിരീകരിച്ച ചേർത്തല തെക്ക്, മണ്ണഞ്ചേരി, മുഹമ്മ പഞ്ചായത്തുകളിൽ കള്ളിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശത്ത് നിന്ന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് കൊന്ന് മറവ് ചെയ്തത്. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി ഇനി മന്ത്രിയുടെ നിരീക്ഷണത്തിൽ. CCTV ക്യാമറകൾ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധിപ്പിക്കുന്ന നടപടികൾ ആരംഭിച്ചു. പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം ശനിയാഴ്ച വിളംബര ഘോഷയാത്ര നടത്തി. രാജപ്രമുഖൻ ട്രോഫിയുമായാണ് വിളംബര ഘോഷയാത്ര ഒരുക്കിയത്. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ചെറുവള്ളങ്ങൾക്ക് ഗുണം ചെയ്യുന്നില്ല. മത്സ്യബന്ധനത്തിന് പോകുന്ന ചെറുവള്ളങ്ങൾ നിരാശരായി മടങ്ങുന്നു. ഇന്ധന ചിലവിനുള്ള മീൻ പോലും ലഭിക്കുന്നില്ലെന്ന് തൊഴിലാളികൾ. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ചേർത്തല തെക്ക്, മണ്ണഞ്ചേരി, മുഹമ്മ എന്നീ പഞ്ചായത്തുകളിൽ കള്ളിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വിവിധ സ്ഥലങ്ങളിലായി 6000-ഓളം പക്ഷികളെയാണ് കൊന്ന് മറവ് ചെയ്യുന്നത്. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. രോഗത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തു പക്ഷികളെ കൊന്നു കത്തിച്ച് മറവ് ചെയ്യുകയാണ്. ചേർത്തല തെക്ക് പഞ്ചായത്തിലെ 11ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ വളർത്തു പക്ഷികളെ കൊന്നൊടുക്കുന്നത്. 4773. മണ്ണഞ്ചേരി പഞ്ചായത്തിലെ 23ാം വാർഡിൽ 762, മുഹമ്മ പഞ്ചായത്തിലെ 1ാം വാർഡിൽ 534 വളർത്തു പക്ഷികളെയും കൊല്ലുന്നുണ്ട്. കോഴി, താറാവ് എന്നിവയ്ക്ക് പുറമെ കാക്ക, പരുന്ത്, കൊക്ക് എന്നിവയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷികളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ മാത്രമാണ് കള്ളിംഗ് നടത്തുന്നതെന്നും കാക്ക, പരുന്ത്, കൊക്ക് എന്നിവയ്ക്ക് പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലങ്ങളിലെ വളർത്തു പക്ഷികളെ കൊല്ലില്ലെന്നും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി ഇനി മന്ത്രിയുടെ നിരീക്ഷണത്തിൽ. CCTV ദൃശ്യങ്ങൾ മന്ത്രിയുടെ ഓഫീസിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ CCTV ക്യാമറകൾ തന്റെ ഓഫീസുമായി ബന്ധിപ്പിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിന്റെ സാധ്യത പരിശോധിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിച്ചിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. 3 മാസത്തിനിടെ ചികിത്സാ പിഴവ് മൂലം 3 പേർ മരിച്ചെന്ന പരാതി ഉയർന്ന ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാവും ഈ സംവിധാനം ആദ്യം ഒരുക്കുക. ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് വ്യാപകമായ പരാതികളുണ്ട്. 120 സുരക്ഷാ ജീവനക്കാർ വേണ്ടിടത്ത് 50 പേർ മാത്രമാണ് ഇവിടെയുള്ളത്. ആശുപത്രിയിലേക്ക് പ്രവേശിക്കാവുന്ന എല്ലാ സ്ഥലങ്ങളിലും CCTV ക്യാമറകളില്ല. പുതിയ സംവിധാനം വരുന്നതോടെ ഗേറ്റുകളിൽ ഉൾപ്പെടെ പുതിയ ക്യാമറ സ്ഥാപിക്കാൻ ആലോചനകളുണ്ട്. ആശുപത്രിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം ഡോക്ടർമാരും ജീവനക്കാരും നേരത്തെ പുറത്തു പോകുന്നുണ്ട് എന്നും പരിശോധിക്കുകയും ചെയ്യാം. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം ശനിയാഴ്ച നടക്കും. ജലോത്സവത്തിന് മുന്നോടിയായുള്ള വിളംബര ഘോഷയാത്ര ആവേശമായി. രാജപ്രമുഖൻ ട്രോഫിയുമായാണ് ജലഘോഷയാത്ര സംഘടിപ്പിച്ചത്. ചമ്പക്കുളം മൂലം ജലോത്സവത്തിന്റെ മുന്നോടിയായി രാജപ്രമുഖൻ ട്രോഫിയുമായി വിളംബര ഘോഷയാത്ര നടത്തി. കുറിച്ചി കരിക്കുളം ക്ഷേത്രാങ്കണത്തിൽ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം മുഖ്യ കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് ഇവിടെ നിന്നും പുറപ്പെട്ട് അത് മാപ്പളശ്ശേരി തറവാട്ടിലെത്തുകയും ഗവർണറുടെ സമ്മതത്തോടുകൂടി ആ രാത്രി അവിടെ കഴിയുകയും പിറ്റേന്നാൾ മൂലനക്ഷത്രത്തിൽ ഈ വിഗ്രഹം മറ്റു വള്ളങ്ങളുടെ, എനിക്ക് തോന്നുന്നു അന്ന് 3 വള്ളങ്ങളൊക്കെ ആയിരിക്കും, എന്തായാലും മറ്റു വള്ളങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രാങ്കണത്തിൽ എത്തിക്കുകയും വളരെ വിപുലമായ ആഘോഷത്തോടും ആർഭാടത്തോടും സ്നേഹത്തോടും സാഹോദര്യത്തോടും ഐക്യത്തോടും. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി അധ്യക്ഷയായി. തുടർന്ന് വിവിധ പഞ്ചായത്തുകളിലൂടെ കടന്നുപോയ ഘോഷയാത്ര അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തിയ ശേഷം വൈകിട്ട് ചമ്പക്കുളത്ത് സമാപിച്ചു. പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ പൂമാലയും പൊന്നാടയും അണിയിച്ച് ഘോഷയാത്രയെ സ്വീകരിച്ചു. സമാപന സമ്മേളനം ഫാദർ ചാക്കോ ആക്കാത്തറ ഉദ്ഘാടനം ചെയ്തു. തഹസീൽദാർ PV ജയേഷ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TG ജലജകുമാരി, മിനി മന്മഥൻ നായർ, ജലോത്സവ സമിതി ഭാരവാഹികളായ AV മുരളി, മുട്ടാർ ഗോപാലകൃഷ്ണൻ,
NK വേണുഗോപാൽ, വർഗീസ് ജോസഫ് എന്നിവർ സംസാരിച്ചു. ടൈനൂസ് ആലപ്പുഴ. മാരാർക്കുളം വടക്ക് പഞ്ചായത്തിലെ ചെത്തി കാറ്റാടി പ്രദേശത്ത് നിന്ന് 30ഓളം തെങ്ങുകൾ മുറിച്ചു നീക്കിയ നടപടി. 3 പേർക്കെതിരെ അർത്തുങ്കൽ പോലീസ് കേസെടുത്തു. ചെത്തിക്കടപ്പുറത്ത് ബീച്ച് വികസന പദ്ധതിയുടെ പേരിൽ അനധികൃതമായി തെങ്ങുകൾ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ സഹോദരങ്ങൾ ഉൾപ്പെടെ 3 പേരെ അർത്തുങ്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം വാഴക്കുളം എള്ളുവാരം വീട്ടിൽ 41 വയസ്സുള്ള സിറാജ്, സഹോദരൻ 36 വയസ്സുള്ള ഷിഹാബ്, കീഴ്മാട് ആലുങ്കൽ 25 വയസ്സുള്ള അനസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് 18ാം വാർഡ് ചെത്തി കടപ്പുറത്ത് ബീച്ച് വികസന പദ്ധതിയുടെ ഭാഗമായി അനുമതിയില്ലാതെ 23 തെങ്ങുകൾ മുറിച്ച് ലോറിയിൽ കയറ്റിയത്. സംഭവം അറിഞ്ഞെത്തിയ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ചതോടെ അർത്തുങ്കൽ പോലീസ് സ്ഥലത്തെത്തി. തെങ്ങുകൾ മുറിച്ചു കൊണ്ടുപോകാൻ കയറ്റിയ ലോറിയും തൊഴിലാളികളെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബീച്ച് വികസനവുമായി ബന്ധപ്പെട്ട് 24 കാറ്റാടി മരങ്ങളും 2 അക്കേഷ്യ മരങ്ങളും മുറിക്കാനാണ് മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് അനുമതി നൽകിയിരുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. അനുമതിയില്ലാതെയാണ് തെങ്ങുകൾ മുറിച്ചതെന്ന് കണ്ടെത്തിയതിനാൽ 3 അറസ്റ്റ് ചെയ്യുകയായിരുന്നു. CPM നേതാക്കളും പഞ്ചായത്ത് അംഗങ്ങളും ഒത്തുചേർന്ന് മരം മുറിച്ച് കടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് മാരാരിക്കുളം കണിച്ചുകുളങ്ങര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. കണിച്ചുകുളങ്ങര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രൻ മുണ്ടുപറമ്പിൽ അധ്യക്ഷനായി. ചെത്തിക്കടപ്പുറത്ത് എന്ത് വികസന പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന് പ്രദേശവാസികളെ അറിയിച്ചിട്ടില്ലെന്നും തീരപ്രദേശത്ത് താമസിക്കുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം സംസ്ഥാന സെക്രട്ടറി സൈരൻ റോയ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് 18ാം വാർഡിൽ ഈ പ്രദേശത്ത് വികസനത്തിന്റെ പേര് പറഞ്ഞ് പുതിയ പാർക്ക് ടൂറിസം പ്രോജക്റ്റ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരങ്ങൾ വെട്ടിമുറിച്ചു മാറ്റുകയാണ്. ചോദ്യം ചെയ്തപ്പോൾ കൃത്യമായ ഉത്തരവുകളൊന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി ആദ്യം അറിയിച്ചില്ല. പിന്നീട് കാണിച്ച ഒരു ഉത്തരവിൽ പറയുന്നു, വികസനത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനായി ഇവിടെയുള്ള 24 കാറ്റാടി മരങ്ങളും 2 അക്കേഷ്യ മരങ്ങളും മുറിക്കുന്നതിനായുള്ള ഉത്തരവ് കൈമാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, പ്രതിഷേധകരമായി തന്നെ പറയട്ടെ, ഇവിടെയുണ്ടായിരുന്ന തെങ്ങുകളെല്ലാം അപ്പാടെ മുറിച്ചു മാറ്റി രഹസ്യ സങ്കേതത്തിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരും നല്ലവരായ നാട്ടുകാരും ചേർന്ന് അത് തടഞ്ഞത്. അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് ഈ നാട്ടിലെ CPMന്റെ നേതാക്കളാണ്. CPMന്റെ നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഈ കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് G. ഷാഹുൽ അധ്യക്ഷനായി. അരുൺ സാബു, രേണു കെ തോമസ്, ജോൺ വിക്ടർ, മുഹമ്മദ് ആഷിഖ്, സൈഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈനൂസ് അർത്തുങ്കൽ. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ചെറുവള്ളങ്ങൾക്ക് ഗുണം ചെയ്യുന്നില്ല. മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ വെറും കൈയോടെ മടങ്ങുന്നു. ഇന്ധന ചെലവിനുള്ള മത്സ്യം പോലും ലഭിക്കുന്നില്ലെന്ന മത്സ്യത്തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധനം വന്നതോടെ മത്സ്യബന്ധനത്തിന് പോകുന്ന ചെറുവള്ളക്കാർക്ക് മീൻ ലഭിക്കുമെന്ന് കരുതിയത് വെറുതെയായി. ഒരാഴ്ചയിലേറെയായി കടലിലിറക്കുന്ന വള്ളങ്ങൾക്ക് മീൻ ലഭിക്കാതായതോടെ വള്ളങ്ങൾ തീരത്ത് അടുപ്പിച്ചു. ട്രോളിംഗ് നിരോധനം വന്നതോടെ ചെറുവള്ളങ്ങൾക്ക് മത്സ്യം ലഭിക്കുമെന്നായിരുന്നു വള്ളക്കാരുടെ പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം അർത്തുങ്കൽ മുതൽ ചാപ്പക്കടവ് വരെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചത് കുറച്ച് ചെമ്മീനും നന്ദൻ അടക്കമുള്ള ചെറുമീനുകളും മാത്രം. വള്ളത്തിന് ചിലവായ ഇന്ധനത്തിൻ്റെ വില പോലും ലഭിക്കുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. വല നിറയെ മീനുകൾ ലഭിക്കുമ്പോൾ വലയിൽ കുടുങ്ങുന്ന നന്ദൻ പോലുള്ള മീനുകൾ മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഉപേക്ഷിച്ച് പോരുകയാണ് പതിവ്. ചാള, അയല, നത്തോലി തുടങ്ങിയ മീനുകൾ ധാരാളം കിട്ടുന്ന സമയമാണിത്. എന്നാൽ സീസൺ പണിയായിട്ടും ഇവയൊന്നും കിട്ടുന്നില്ല. ഇനി കിട്ടിയാൽ തന്നെ വള്ളക്കാർക്ക് നല്ല വില കിട്ടാത്ത സ്ഥിതിയുമാണ്. ഇടനിലക്കാരാണ് ലാഭം കൊയ്യുന്നത്. പള്ളിത്തോട്, ഹേലാപുരം, ചാവടി, എഴുമുന്ന മാർക്കറ്റുകളിൽ കായൽ മത്സ്യങ്ങൾ ചെറുകിട വിൽപ്പനയ്ക്കായി ലേലത്തിൽ പോകുന്നുണ്ട്. ഒറ്റമശ്ശേരി മുതൽ പള്ളിത്തോട്, ചാപ്പക്കടവ് വരെയുള്ള ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ വള്ളമിറക്കുന്നത് ചെല്ലാനം ഹാർബറിലൂടെയാണ്. പുലർച്ചെ വള്ളമിറക്കി അന്ത്യോളം പണിയെടുത്താലും ഇന്ധന ചെലവിനുള്ള മീൻ ലഭിക്കാതായതോടെ തൊഴിലാളികൾ വള്ളമിറക്കാതായി. ടൈനൂസ് ചേർത്തല. കായംകുളം നോർത്ത്, സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജൂലൈ 18-ന് കാരുണ്യ സ്പർശം മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം
ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായിട്ടാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടി സാറിൻ്റെ 1ാം ചരമവാർഷികം ജൂലൈ മാസം 18-ാം തീയതി കേരളത്തിലും കേരളത്തിന് വെളിയിലും ലോകത്തുള്ള എല്ലാ മലയാളികളും ആചരിക്കുന്ന ദിവസമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ, യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി കായംകുളത്ത് ഉമ്മൻചാണ്ടി സാറിൻ്റെ 1ാം ചരമവാർഷിക ദിനവും അതിനോടനുബന്ധിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പും നടത്തുവാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ബഹുമാനായ നേതാവ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു വലിയ ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് പാർട്ടി ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്യാൻസർ സെൻ്ററുകളായ തിരുവനന്തപുരം RCCയും അതേപോലെ തന്നെ കോഴിക്കോട് MER മെഡിക്കൽ കോളേജും ആലപ്പുഴ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ക്യാൻസർ നിർണയ ക്യാമ്പുകൾ നടത്തുവാൻ പറ്റുന്ന വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് മാമോഗ്രാം ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ നടത്തിക്കൊണ്ട് അങ്ങനെ ഒരു സംരംഭം നടത്തുവാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികാനുസ്മരണ ദിനത്തിൽ കായംകുളം നോർത്ത് സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ ചേർന്ന കാരുണ്യ സ്പർശം മെഡിക്കൽ ക്യാമ്പും ഉമ്മൻചാണ്ടി അനുസ്മരണവും സംഘടിപ്പിക്കും. അടുത്ത മാസം 18-ന് രാവിലെ 9 മുതൽ കായംകുളം കാതീശ ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. രജിസ്ട്രേഷൻ 25 മുതൽ ജൂലൈ 10 വരെ കായംകുളം കോൺഗ്രസ് ഭവനിൽ നടക്കും. സംസ്ഥാനത്തെ പ്രമുഖ ആശുപത്രികളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ്. ജീവിതശൈലി രോഗങ്ങൾ, ജനറൽ മെഡിസിൻ, നേത്ര പരിശോധന, മാമോഗ്രാം ടെസ്റ്റ് അടക്കമുള്ള ക്യാൻസർ നിർണയ പരിശോധനകൾ എന്നിവ നടത്തും. സൗജന്യമായി മരുന്നുകളും തുടർ ചികിത്സയ്ക്കുള്ള സഹായവും നൽകും. വൈകിട്ട് 4-ന് നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണം ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെയർമാൻ ചിറപ്പുറത്ത് മുരളി, ജനറൽ കൺവീനർ T സൈനുൽ അബ്ദീൻ, ചീഫ് കോർഡിനേറ്റർ കറ്റാനം ഷാജി എന്നിവർ അറിയിച്ചു. ടൈനൂസ് ആലപ്പുഴ. കായംകുളം കൃഷ്ണപുരം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. സ്കൂളിലെ NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് വായനാ ദിനാചരണ പരിപാടി ഒരുക്കിയത്. രാവിലെ 10:30-ന് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. കൃഷ്ണപുരം അകമ്പുറം ചർച്ചാവേദി ചെയർമാൻ സുദർശനൻ ആലുമൂട്ടിൽ വായനാദിന പ്രതിജ്ഞയും സന്ദേശവും നൽകി. വായിച്ചു വളർന്ന് ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. കൃഷ്ണപുരം കൊട്ടാരം റിട്ടയർഡ് സൂപ്രണ്ട് K ഹരികുമാർ പുസ്തക പ്രദർശനം നടത്തി. സ്കൂൾ ലൈബ്രറിയൻ പോൾ P പീറ്റർ, ദീപ, ഷംനാഥ് എന്നിവർ ആശംസകൾ നേർന്നു. NSS പ്രോഗ്രാം ഓഫീസർ ഷീജ മോൾ K കൃതജ്ഞത രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, കായംകുളം. അക്കോക്ക് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് വായനാ ദിനാചരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കളത്തിവീട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് G രവീന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി പ്രഭാഷ് പാലഴി സ്വാഗതം പറഞ്ഞു. അക്കോക്ക് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കുറത്തിക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ 1996 മുതൽ നമ്മൾ വായനാ ദിനമായി ആചരിച്ചു. ജൂൺ 19 എന്ന് പറയുന്നത് പുതുവായിക്കൽ നാരായണ പണിക്കരുടെ ചരമദിനമാണ്. 1995 അദ്ദേഹം മരണപ്പെടുന്നത്. 1996 മുതൽ നമ്മുടെ കേരള ഗവൺമെന്റ് വായനാ ദിനമായി നമ്മുടെ കേരളത്തിലാകമാനം ഈ ആചരണം നടത്തി തുടങ്ങി. അക്കോക്ക് സംസ്ഥാന സെക്രട്ടറി അബി ഹരിപ്പാട് വായനാദിന സന്ദേശം നൽകി. സംസ്ഥാന രക്ഷാധികാരി അബ്ബാ മോഹൻ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മാവേലിക്കര മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ കൃഷ്ണകുമാരി, നാസർ പുല്ലുകുളങ്ങര, വൈ ഷാനവാസ്, ഗോപൻ ഗോപിനാഥ്, രതീഷ് പെർഫെക്റ്റ്, AK മധു എന്നിവർ ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം +2, SSLC, LSS, USS പരീക്ഷയിൽ വിജയം കൈവരിച്ച കുട്ടികൾക്ക് അനുമോദനങ്ങളും നൽകി. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ കൈതവനയിൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. വണ്ടാനം സ്വദേശിയായ കിച്ചു എന്ന് വിളിക്കുന്ന 26 വയസ്സുള്ള അനന്തുവാണ് മരിച്ചത്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് വണ്ടാനം കിഴക്ക് ചാലടിയിൽ കടക്കാരംകുന്ന് വീട്ടിൽ കിച്ചു എന്ന് വിളിക്കുന്ന 26 വയസ്സുള്ള അനന്തുവാണ് മരിച്ചത്.
ബുധനാഴ്ച രാത്രി 10:30ഓടെയായിരുന്നു അപകടം. ജോലി കഴിഞ്ഞ് മടങ്ങിയ അനന്തുവിന്റെ ബൈക്കിൽ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെയാണ് മരണപ്പെട്ടത്. 100% ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ചെറിയ വിലയിൽ ലഭ്യമാക്കുന്ന ചേർത്തലയിലെ ഏക സ്ഥാപനം ഡിസ്കൗണ്ട് സ്റ്റോർ 5 വർഷമായി ചേർത്തല പാരഡൈസ് തിയേറ്ററിന് സമീപത്ത് പ്രവർത്തിക്കുന്നു. പരിചയപ്പെടാം. ചേർത്തല പാരഡൈസ് തിയേറ്ററിൻ്റെ അടുത്തുള്ള ഡിസ്കൗണ്ട് സ്റ്റോറിലാണ്. ബേസിക്കലി നമ്മുടെ ഒരു ബ്രാൻഡഡ് സർപ്ലസും മറ്റും കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ. നമ്മളിതിപ്പോൾ 5ാമത്തെ വർഷത്തിലോട്ട് വരികയാണ്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ ബ്രാൻഡഡ് ഡ്രസ്സ് ഇത്രയും വിലക്കുറവിൽ കൊടുക്കാൻ പറ്റുന്നത്? ഇത് കോപ്പിയാണോ, സർപ്ലസ് ആണോ? അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മുടെ ആളുകളുടെ സംശയം. ബേസിക്കലി നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ ഇയർ ഔട്ട് ആയതും അല്ലാതെയുള്ള ബ്രാൻഡഡ് എക്സസ് ക്ലോത്തിങ് തന്നെയാണ്. കാരണം ഞങ്ങൾക്കിപ്പോൾ മൊത്തത്തിൽ 3 സ്റ്റോറുണ്ട് ഇവിടെ അടുത്ത ജില്ലയിലും കൂടെ ചേർത്ത്. അപ്പോൾ നമ്മുടെ എല്ലാ കടകളിലേക്കും കൂടെ നമ്മളൊരു ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയെ ആശ്രയിച്ചാണ് ഞങ്ങളിവിടെ പ്രൈസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളൊരു പ്രൈസിങ് റേഷ്യോ ഉണ്ടാവും. ആ ഒരു പ്രൈസിങ് റേഷ്യോ അതനുസരിച്ച് നമ്മൾ പ്രൈസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മിതമായ ലാഭം ലഭിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ബൾക്ക് ബൈ ഡിസ്കൗണ്ട് ഞങ്ങൾ കസ്റ്റമറിലേക്കും കൊടുക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അതിൻ്റെ ഒരു കോസ്റ്റിംഗ് ഇവിടെ ചെയ്യാറ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു കൺഫ്യൂഷനാണ്. കോപ്പി എന്താണ്, സർപ്ലസ് എന്താണ്, ഈ നമ്മൾ വില കുറയുന്നതുകൊണ്ട് സാധനത്തിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ജെനുവിൻ ഡൗട്ടുകൾ ഉണ്ടാവാറുണ്ട് കസ്റ്റമേഴ്സിന്. ബേസിക്കലി കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് ഇറക്കാത്ത ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു പാറ്റേൺ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഒരു ബ്രാൻഡ് ഇറക്കിയിട്ടേ ഇല്ല, ഒരു ഷർട്ട് ഉണ്ടാക്കിയിട്ട് അതിലൊരു ലേബലും വെച്ച് ഇറക്കുന്നതാണ് ബേസിക്കലി കോപ്പി. അങ്ങനെയുള്ള ഒരു കോപ്പി അങ്ങനെ ഒരു സാധനം ഞങ്ങളിവിടെ ചെയ്യാറില്ല. ഇവിടെ ബ്രാൻഡിൻ്റെ വെയർഹൗസിൽ നിന്ന് എക്സസ് ആയിട്ട് വരുന്ന സാധനങ്ങളോ റിട്ടേൺസ് വരുന്നതോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്ലാന്റിൽ നിന്ന് പ്രൊഡക്ഷൻ എക്സസ് വരുന്നതോ ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് മാത്രമാണ് ഞങ്ങളിവിടെ തരുന്നത്. അല്ലെങ്കിൽ ഇയർ ഔട്ട് ആയിട്ടുള്ള പ്രീമിയം പ്രോഡക്ട്സ് ഇതാണ് ഞങ്ങളിവിടെ വില കുറച്ച് വിൽക്കാറുള്ളത്. അല്ലാതെ ഇതിന് ക്വാളിറ്റി കുറവോ അല്ലെങ്കിൽ ഇത് ഫേക്കോ അങ്ങനെയുള്ളൊരു സംഭവമില്ല. നമ്മുടെ ഇവിടെ കടയിലെ ഓഫർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു സാധനം MRPയിൽ വിൽക്കാറില്ല. നമ്മളിവിടെ മിനിമം 40% മുതൽ മാക്സിമം 90% വരെ MRPയിൽ നിന്ന് ഡിസ്കൗണ്ട് കൊടുത്താണ് സാധനങ്ങൾ വിൽക്കുന്നത്. അത് 365 ദിവസം ഇവിടെ അവൈലബിൾ ആണ്. ബേസിക്കലി ഇപ്പം നമ്മുടെ കടയിൽ ഓഫർ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹോട്ട് കേക്ക് ഐറ്റമായിട്ട് ഞങ്ങൾ കിടക്കുന്നത് അഡിഡാസിൻ്റെ ടീഷർട്ടാണ്. ഇപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ അത്യാവശ്യം എല്ലാവരും ഒന്ന് ജിമ്മിലോട്ടൊക്കെ പോയി ശരീരമൊക്കെ നോക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ ജെനുവിൻ ആയിട്ടുള്ള സ്പോർട്സ് വെയർ ഉണ്ട്. അത് വെറും 499 രൂപയ്ക്കാണ് നമ്മളിവിടെ വിൽപ്പന തുടങ്ങുന്നത്. അതുപോലെ തന്നെ ജീൻസ് ആവട്ടെ, ജീൻസൊക്കെ നമുക്ക് 900 രൂപ മുതൽ നല്ല ബ്രാൻഡഡ് ജീൻസ് എന്ന് വെച്ചാൽ 10,000 രൂപയൊക്കെ ഷോറൂമിൽ വിലയുള്ള ജീൻസൊക്കെ ആ റേറ്റിൽ നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷർട്ടുകളും ഒക്കെ നമുക്കൊരു 599 രൂപ ആ ഒരു റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ബൈ 1 get 1 ഓഫർ ഉണ്ട്. ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ 50%, 40% അങ്ങനെയുള്ളൊരു വേരിയേഷനുള്ള ഒരുപാട് ഓഫേഴ്സ് നമ്മുടെ കടയിൽ, അത് 365 ദിവസവും നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഈ സാധനങ്ങളെല്ലാം തന്നെ മുൻനിരയിലുള്ള ബ്രാൻഡുകളാണ്. അത് ചില കോപ്പറേറ്റ് ഇഷ്യൂസ് കാരണം എനിക്ക് ബ്രാൻഡിൻ്റെ പേരൊന്നും ഇതിൽ പറയാൻ പറ്റില്ല. എന്നിരുന്നാലും നിങ്ങൾ ഒരു തവണ നമ്മുടെ കടയിലൊന്ന് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. നമ്മളിവിടെ നിന്ന് എറണാകുളത്തും മറ്റ് വലിയ വലിയ സ്ഥലങ്ങളിലും ഒക്കെ ട്രാവൽ ചെയ്ത് ഒരുപാട് സ്ഥലത്ത് ചുറ്റിത്തിരിയുന്നതിന് പകരം ചേർത്തലയിലുള്ള ഈ ഒരു ചെറിയ സ്ഥാപനത്തിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് വന്ന് നോക്കി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. പട്ടണക്കാട് പഞ്ചായത്തിലെ പൊന്നാമ്പള്ളി മാർക്കറ്റ് അവഗണനയുടെ നേർസാക്ഷ്യമാകുന്നു. രാത്രികാലങ്ങളിൽ വെളിച്ചമില്ല. മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിക്കുന്നതായും വ്യാപാരികൾ. അധികാരികൾ നടപടി സ്വീകരിക്കുന്നില്ലെന്നും പരാതി. പൊന്നാമ്പള്ളി മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യം. രാത്രികാലങ്ങളിൽ മാർക്കറ്റിൽ വെളിച്ചമില്ലെന്ന് വ്യാപാരികൾ. ദേശീയപാതയോരത്തെ പ്രധാന മാർക്കറ്റാണ് പട്ടണക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട പൊന്നാമ്പള്ളി മാർക്കറ്റ്. നിരവധി ചെറുതും വലുതുമായ വ്യാപാര സ്ഥാപനങ്ങളാണ് ഇവിടെയുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനമാണ് ഇവിടെ പ്രധാന പ്രശ്നം. ഒരു കാലത്ത് വള്ളങ്ങളിൽ ചരക്ക് ഇറക്ക് വ്യവസായം നടത്തിയിരുന്നത് പൊന്നാമ്പള്ളി തോട്ടിലൂടെയായിരുന്നു. പൊന്നാമ്പള്ളി തോട് ഇന്ന് മാലിന്യത്തിൻ്റെ ആവാസ കേന്ദ്രം കൂടിയാണ്. ആവശ്യത്തിനുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടെയും നടക്കുന്നില്ല. രാത്രിയിൽ മാർക്കറ്റിലെ വിളക്കുകളിൽ പലതും പ്രകാശിക്കുന്നില്ല എന്നും വ്യാപാരികൾ പറയുന്നു. കടക്കാരനാണ് ഞാൻ. നിരവധി കടകൾ ഇവിടെയുണ്ട്. എല്ലായിടത്തും രാത്രികൾ കാലങ്ങളിൽ വെട്ടവും വെളിച്ചമില്ലാത്ത കള്ളന്മാരുടെ ഭയങ്കര ശല്യങ്ങളാണ്. ഇവിടെ ഇരുന്ന് ബൾബുകളൊക്കെ പുറത്ത് കിടക്കണൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്.
മാർക്കിനകത്തെ മോട്ടറൊക്കെ എടുത്തുകൊണ്ട് പോയി. ഇതിനെന്തെങ്കിലും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. തെരുവ് നായകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ പൊതു മാർക്കറ്റ്. ദേശീയപാത വികസനം നടക്കുന്നതിനാൽ റോഡ് കടന്ന മാർക്കറ്റിലേക്ക് ആളുകൾ എത്താൻ വിമുഖത കാണിക്കുന്നതായും പാലം നിർമ്മിക്കുമ്പോൾ മറുഭാഗത്തു നിന്നും പാലത്തിന് അടിയിലൂടെ നടപ്പാത വേണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നുണ്ട്. ടൈനൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ചേർത്തല തെക്ക്, മണ്ണഞ്ചേരി, മുഹമ്മ പഞ്ചായത്തുകളിൽ കള്ളിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശത്ത് നിന്ന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് കൊന്ന് മറവ് ചെയ്തത്. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി ഇനി മന്ത്രിയുടെ നിരീക്ഷണത്തിൽ. CCTV ക്യാമറകൾ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധിപ്പിക്കുന്ന നടപടികൾ ആരംഭിച്ചു. പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം ശനിയാഴ്ച വിളംബര ഘോഷയാത്ര നടത്തും. രാജപ്രമുഖൻ ട്രോഫിയുമായാണ് വിളംബര ഘോഷയാത്ര ഒരുക്കിയത്. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ചെറുവള്ളങ്ങൾക്ക് ഗുണം ചെയ്യുന്നില്ല. മത്സ്യബന്ധനത്തിന് പോകുന്ന ചെറുവള്ളങ്ങൾ നിരാശരായി മടങ്ങുന്നു. ഇന്ധന ചിലവിനുള്ള മീൻ പോലും ലഭിക്കുന്നില്ലെന്ന് തൊഴിലാളികൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.